യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഈ ദിവസം ഒത്തിരി പ്രാർത്ഥനയുടെ നമ്മുടെ കുടുംബത്തിൽ അനേകർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന ഒരു നല്ല ഞായറാഴ്ചയാണ്. എല്ലാവരെയും ഈ ദിവസം ഓർക്കുന്നു. നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നതിന് മുമ്പോ വന്നതിന് ശേഷമോ ഒരു സമയത്തായിരിക്കുമല്ലോ ഈ വചനം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. ഈ വചനം മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്കണം. ഏറ്റവും ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അതെന്നിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യമായി ഞാൻ കാണുന്നു. ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന, അനേകർ ദൈവാനുഭവം അനുഭവിക്കുന്ന, ദൈവസ്നേഹം അനുഭവിച്ച ഒരു ആലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാതിരിക്കത്തില്ല. അതൊരനുഗ്രഹമായൊരു വെളിച്ചമായി അത് വരും. നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സാമ്പത്തികത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ, എഴുതിയിട്ട നിയോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം, പ്രതീക്ഷയോടെ ആയിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33 മുതലുള്ള വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. എവിടെയേലും വന്നു എന്നല്ല, മുറിവേറ്റ് സകലതും നഷ്ടപ്പെട്ട് തകർന്ന് പരാജിതനായ ഒരാൾ ഉണ്ടായിരുന്നു. വഴിയിറമ്പിൽ കവർച്ചക്കാരുടെ പിടിയിൽപ്പെട്ട് സകലതും നഷ്ടപ്പെട്ടു പോയ ഒരാൾ അവിടെ ആ കാട്ടിക്കിടപ്പുണ്ട്, അല്ല മരുഭൂമി കിടപ്പുണ്ടായിരുന്നു. ഈ സമറിയാക്കാരൻ അവൻ കിടന്ന സ്ഥലത്ത്, അവൻ വേദനിച്ച സ്ഥലത്ത്, അവനായിരുന്ന സ്ഥലത്ത്, വിശ്വസിച്ചേ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തകർച്ചയിലോ വേദനയിലോ പരാജയത്തിലോ ഒറ്റപ്പെടലിലോ ആണോ? പലരും കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല, പലരും മനസ്സിലാക്കിയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് ഈ നല്ല സമറിയാക്കാരൻ, യേശുവാണ് ഈ നല്ല സമറിയാക്കാരൻ. നീ കിടക്കുന്ന സ്ഥലത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ വേദനിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് യേശു നല്ല സമറിയാക്കാരൻ നിൻ്റെ അടുത്ത് വരും, നിൻ്റെ കുടുംബത്തിനകത്ത് വരും, നിൻ്റെ മനസ്സിനകത്ത് വരും, നിൻ്റെ പ്രയാസങ്ങളിൽ വരും. ആ സമറിയാക്കാരൻ അടുത്തു വന്നു. എന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ചു. എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം പറയാം. ആ സമറിയാക്കാരൻ്റെ കയ്യിലുള്ള പാത്രത്തിലെ എണ്ണ, ആ അടപ്പ് തുറന്ന് എൻ്റെ മേൽ ഒഴിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ഒന്നുമില്ലാത്ത എൻ്റെ മേൽ, ഒരു യോഗ്യതയില്ലാത്ത എൻ്റെ മേൽ, സകലതും നഷ്ടപ്പെട്ട എൻ്റെ മേൽ, എല്ലാവരെ പോലെ അവകാശപ്പെടാൻ ഒന്നുമില്ല എനിക്ക്, ആരുമല്ല ഏതുമല്ല, എന്നിട്ട് എൻ്റെ മേൽ ഒഴിക്കാൻ തയ്യാറായല്ലോ. ആ മനുഷ്യൻ്റെ, ആ സമറിയാക്കാരൻ്റെ ബാഗിനകത്തിരുന്ന പാത്രത്തിലെ അടപ്പ് തുറന്ന് ആ എണ്ണയും വീഞ്ഞും എൻ്റെ മുറിവിൽ ഒഴിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. അതുമതി എനിക്ക്. ഇതൊന്ന് ധ്യാനിക്കണം. ഒഴിക്കാൻ മനസ്സ് കാണിച്ചു. എന്നിട്ടൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. മുറിവുകൾ വച്ചു കെട്ടിന്ന്. ചുമ്മാ കെട്ടിന്നല്ല, അത് സ്നേഹത്തോടെ, സൗഖ്യത്തോടെ അത് വച്ചു കെട്ടി. അപ്പോൾ വച്ചു കെട്ടാൻ കീറിയൊരു തുണിയുണ്ട്, അടപ്പ് തുറന്ന ഒരു പാത്രമുണ്ട്, എണ്ണയും വീഞ്ഞും ഒഴിച്ച്. എനിക്കതിനേക്കാൾ പ്രാധാന്യത്തോടെ എനിക്ക് ചിന്തിക്കേണ്ട ഒരു വാക്കുണ്ട് അതിനകത്ത്. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ആ വ്യക്തി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ കയറ്റി. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം.
ഒന്നെങ്കിൽ സമറിയാക്കാരൻ ആ മനുഷ്യനെ, വീണ് കിടന്ന മനുഷ്യനെ ആ കഴുതയുടെ പുറത്ത് കയറ്റിയപ്പോൾ ഒന്നെങ്കിൽ പിറകിലിരുന്ന് ആ മനുഷ്യൻ താഴോട്ട് വീഴാതെ, ഒന്നാമത് വയ്യാതെ ക്ഷീണമായി മുറിവ് പറ്റി എല്ലാം ഇരിക്കുന്ന ഒരാളല്ലേ, പിടിച്ചു എങ്ങനെയായിരിക്കും ആ സത്രത്തിൽ വരെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വരെ എത്തിച്ചത്? വളരെ കെയർഫുള്ളായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറിഞ്ഞ് താഴോട്ട് വീഴില്ലേ? ആ കഴുതയുടെ ഒന്നെങ്കിൽ ഈ സമറിയാക്കാരൻ ഈ മനുഷ്യനെ കഴുതയുടെ പുറത്ത് വച്ച് പതുക്കെ 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 താഴെ നിന്ന് ഒപ്പം നടന്നു കാണും ഓടം വരെ. വീണ് കിടക്കുന്ന തകർന്ന തരിപ്പണമായ മുറിവേറ്റ നിനക്ക് വേണ്ടി എത്ര സമയമാണ് മാറ്റിവെച്ചേ? ആ സമയം നോക്കിക്ക്, എത്ര സമയം മാറ്റിവെച്ചു നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സമയം മാറ്റിവെക്കും. നീ രക്ഷപ്പെടുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. നിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. ഈ കുറച്ചു നേരമല്ല, 5 മിനിറ്റ് അല്ല, നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് വരെ ദൈവം കൂടെ നിൽക്കും. നീ വഴിക്ക് വെച്ച് തകർന്നു പോകത്തില്ല, കാരണം ഒപ്പം നിൽക്കുമല്ലേ. എനിക്ക് അതിനകത്തൊരു വലിയൊരു കാര്യം കൂടെ ഉണ്ട്. ആ ശരീരത്തിൽ എവിടെയൊക്കെയാ വേദനിക്കുന്നതെന്ന് ഇപ്പോൾ ആ സമറിയാക്കാരെ ശരിക്കും അറിയാം. ആ ശരീരം ശരിക്കും അടുത്ത് കണ്ടതപ്പോൾ അറിയാം എവിടെയൊക്കെയാ മുറിവുള്ളത്, എവിടെയൊക്കെയായി മനുഷ്യൻ വേദനിക്കുന്നതെന്ന്. ദൈവവചനം കേൾക്കുന്ന നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും എവിടെയൊക്കെയാ വേദനിക്കുന്നത്, എവിടെയൊക്കെയാ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്, എവിടെയൊക്കെ തകർന്നിരിക്കുന്നതെന്ന് അപ്പുറത്തെ മുറിയിലുള്ള ഒരാൾക്കറിയില്ലേലും നിൻ്റെ കൂടെ നിൽക്കുന്ന യേശുവിനറിയാം. ഈ സമറിയാക്കാരൻ യേശു അല്ലാതെ മറ്റാരുമല്ല. ഒറ്റക്കാര്യം ധ്യാനിച്ചാൽ മതി. ആ കുപ്പി തുറന്ന്, ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് അതിനകത്തുള്ള എണ്ണയും വീഞ്ഞും ഈ കുറവുള്ള ബലഹീനനായ വലിയ യോഗ്യതയൊന്നും എടുത്തു പറയാനില്ലാത്ത എൻ്റെ മേൽ പകർന്നില്ലേ? എൻ്റെ അടുത്ത് ഇത്രയും സമയം ചെലവഴിച്ചില്ലേ? ആ കഴുതയുടെ പുറത്ത് എന്നെ കയറ്റിയില്ലേ? ആ വാഹനത്തിൽ എന്നെ കയറ്റില്ല. ഒരാൾക്കുള്ള സൗകര്യമുള്ളൂ, വേറൊരു വണ്ടി വിളിക്കാം, ഒരു കഴുതേനെ വിളിക്കാമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. സ്വന്തം വാഹനത്തിൽ ഇതുപോലുണ്ടല്ലോ ദൈവം ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആ കഴുതപ്പുറത്ത് ആ മനുഷ്യനെ കയറ്റിയതുപോലെ ചില അനുഗ്രഹത്തിലൊക്കെ നിന്നെ എന്നെയും കയറ്റും, ചില നന്മയിൽ എന്നെ നിങ്ങളെയും കയറ്റും, ചില അനുഗ്രഹ, ചില വിടുതലിലേക്ക്, ചില സൗഖ്യത്തിലേക്ക്, ചില നന്മയിലേക്ക് എന്നെ നിങ്ങളെയും കയറ്റും. ലക്ഷ്യത്തിലെത്തുന്നത് വരെ ദൈവം മാറത്തില്ല. രക്ഷപ്പെടുന്നത് വരെ, ആ ഒരു അനുഗ്രഹം ആകുന്നത് വരെ ദൈവനെ ഉപേക്ഷിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം അനേകർ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത്ര സൗഖ്യം തരുന്നൊരു വചനമാണിത്. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ഈ തലമുറയെ അനുഗ്രഹിക്കണം, ഇവിടെ ആരോഗ്യം അനുഗ്രഹമാക്കണമേ, ഇവിടെ കുടുംബജീവിതം അനുഗ്രഹമാക്കണം, ഇവിടെ ശുശ്രൂഷ അനുഗ്രഹമാക്കണമേ, ഈ ദേവാലയത്തെ അനുഗ്രഹിക്കണമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ, ഈ കുടുംബ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഇവരുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിനു വേണ്ടി ദാഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, ഇവരുടെ പഠന മേഖലയെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണമേ, ഐശ്വര്യം ഇവർക്ക് കൊടുക്കണമേ. ഈശോയുടെ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെയും ആ ഒരു അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമുള്ള ദിവസമാകട്ടെ. നാളെ നമുക്ക് 5:30 മുടങ്ങാതെ കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.